നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ എന്തുകൊണ്ടാണ് മറന്നു കളയാൻ കഴിയാത്തത്, അവരുടെ ആ ഒരു ഓർമ്മകളിൽ നിങ്ങൾ എപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളെ സ്നേഹിക്കുമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടോ കെയറിങ്ങോ നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവരെ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്കിതിൻ്റെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതായിരിക്കും. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം നിങ്ങളിലേക്ക് നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ജീവിതത്തിൽ നമ്മൾ ഏത് രീതിയിലാണോ കണക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ എനർജി നമ്മളിലേക്ക് വന്നു ചേരുകയും അതുപോലുള്ള ഫലങ്ങളായിരിക്കും നമ്മൾക്ക് മുന്നോട്ടേക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതേത് കാര്യമായാലും നമ്മളുടെ മനസ്സാണ് നമ്മളിലേക്ക് വരുന്ന കാര്യം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇതിനകത്ത് ഇപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി മാസക്കാരുടെയും ഓഗസ്റ്റ് മാസക്കാരുടെയും അതുപോലെ ഡിസംബർ മാസക്കാരുടെയും എനർജി വളരെ അധികം സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് റെസനേറ്റ് ആവുകയില്ല എന്നല്ല, അവരുടെ എനർജിക്ക് ഒരു കൂടുതൽ കണക്റ്റഡ് ആണ്. മറ്റുള്ളവർ നമ്മളത് മാനിഫെസ്റ്റിംഗ് ചെയ്ത് കണക്റ്റഡ് ആക്കി എടുക്കുക എന്നതാണ് കേട്ടോ എൻ്റെ പ്രത്യേകത. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സ് ആണ്. അതായത് വളരെയധികം ഒരു സ്ട്രഗ്ലിങ് എനർജിയാണ്. ഈ ഒരു റിലേഷൻ എന്നത് നിങ്ങൾക്കൊരു സ്ട്രഗ്ലിങ് ആണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഏത് പേഴ്സണോട് ഒത്തുള്ള ഒരു റിലേഷനെ ആണോ ബന്ധത്തെ ആണോ ഇപ്പോൾ കണക്റ്റ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തലവേദനയാണ്. അല്ലാണ്ട് അതിനകത്തൊരു പോസിറ്റീവ് അല്ല, ഒരു തലവേദനയാണ്. എന്നാൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ഇത് തലവേദനയാണ്. ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനും നല്ലതല്ല, എൻ്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥയ്ക്കൊന്നും നല്ലതല്ല എന്ന് വ്യക്തമായിട്ടും നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇതൊരു ഫ്യൂച്ചർ ലൈഫിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി നിങ്ങളെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. കാരണം പാസ്റ്റിലെ ഒരു എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആണ്. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഈ ഒരു ബന്ധവുമായിട്ട് വളരെ ശക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻകാലങ്ങളിലെ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില തെറ്റുകൾക്കുള്ള ഒരു പാഠമായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു ബന്ധവുമായിട്ട് കണക്റ്റ് ചെയ്ത് നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ഒരു എനർജി ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറന്നു കളയാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത് മുൻകാലങ്ങളിലെ പ്രവർത്തിക്കുള്ള ഒരു കർമ്മ എനർജിയും ഇതിനകത്തുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങളൂടി കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, ചില എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ടേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനോ ഒന്നും പറ്റാത്ത വിധം നിങ്ങളൊരു സ്ട്രഗ്ലിങ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമായിരിക്കാം. തീർച്ചയായിട്ടും ഇതിനകത്തൊരു കോണ്ടാക്റ്റ് എനർജി കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുമായിട്ട് ഒരു ഇടയ്ക്കൊക്കെ ഒരു നോ കോണ്ടാക്റ്റ് എനർജി, ചെറിയ രീതിയിലൊരു ലെസ് എനർജിയൊക്കെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ കോണ്ടാക്റ്റിലാണ്, ഇതൊരു ആക്ഷൻ ഉണ്ട്, മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മറ്റെന്തൊക്കെയോ കൺഫ്യൂഷൻസ് എനർജി വരുന്നുണ്ട്.
ശരിക്കും ഈ ഒരു റിലേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ യഥാർത്ഥമാകുന്ന അവസ്ഥയെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെ കുഴപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ നേരിടുന്നു, അനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിനകത്ത് ഒരുപാട് ഫോക്കസിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷനെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുകയും നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ മാനസികമായിട്ടും ഇമോഷണലിയും അതുപോലെ നിങ്ങളുടെ എന്താ പറയുക ഭൗതികമാകുന്ന കാര്യങ്ങളായിട്ടും നിങ്ങൾ ഒരുപാട് സപ്പോർട്ടിങ് ചെയ്തിട്ടുള്ളൊരു എനർജി ആയിരിക്കാം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട്. ആ ഒരു പേഴ്സണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് എല്ലാ രീതിയിലും ഒരു സപ്പോർട്ടിങ് എനർജി, ഒരു എന്താ പറയുക, ഒരു ശക്തമാകുന്ന രീതിയിലുള്ളൊരു ഹെൽപ്പ് എനർജി നിങ്ങൾ നൽകി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം. അത് ഇമോഷണലി ആവാം, അല്ലെങ്കിൽ അത് ഫിസിക്കലി ആവാം. ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷനെ നല്ല രീതിയിൽ കീപ്പിംഗ് ചെയ്തിരുന്നുവെന്നും സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും, പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതെല്ലാം ഒരു സ്ട്രഗ്ലിങ് എനർജിയാണ്, നെഗറ്റിവിറ്റി മാത്രമാണ്. നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു റിലേഷനെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ കൈകാര്യം ചെയ്തത്. പക്ഷേ ഈ ഒരു ബന്ധത്തിന് നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കാത്തത്, ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഈ ഒരു റിലേഷനിൽ, ഈ ഒരു ബന്ധത്തിൽ നിന്നും ലഭിക്കാതെ പോകുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഏജ് ആവാം, കാസ്റ്റ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയിലുള്ള ഡിഫറൻസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഡിഫറൻസ് ആവാം. നിങ്ങൾക്കിടയിൽ വളരെ ശക്തമാകുന്ന രീതിയിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള എനർജി ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റിൽ എന്തൊക്കെയോ ട്രോമാറ്റിക് ആവുന്ന കാര്യങ്ങൾ ഹീലാവാതെ, ചിലപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമയാവാം, എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഹീലിംഗ് ആവാത്തൊരു എനർജിയിലൂടെ കടന്നു പോകുന്നൊരു പേഴ്സണാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പം എല്ലാത്തിനെയും ഒരു സംശയത്തോടു കൂടിയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നുള്ളൂ. ഏത് ബന്ധത്തെയും ചിലപ്പോൾ ഈ പാസ്റ്റിൽ ആ ഒരു പേഴ്സണ് ലഭിച്ചിട്ടുള്ള ചില തിരിച്ചടികൾ, ചില വ്യക്തികളോട് തോന്നിയ വിശ്വാസം, ഇതിൽ നിന്നെല്ലാം ഈ ഒരു വ്യക്തിക്ക് ട്രോമ എനർജി, അതായത് മറന്നു കളയാൻ പറ്റാത്ത വിധമുള്ള ചില പെയിൻ ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ച് ഒന്നിനെയും ഒരു പൂർണ്ണതയോടുകൂടി കാണാൻ പറ്റാത്ത വിധം സംശയദൃഷ്ടിയോടുകൂടി, അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പിട്ട് മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആണ്. പേരൻറ്റിങ് എനർജി ആയിട്ട്, മദർ ഫാദർ എനർജിയുമായിട്ട്, അതുപോലെ തന്നെ ഓൾഡ് പീപ്പിൾസുമായിട്ട്, അതായത് ഏജ്ഡ് ആയ വ്യക്തികളുമായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ അമിതമാകുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവരോട് വളരെയധികം ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും താല്പര്യവും ഈ വ്യക്തിയുടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഏജ്ഡ് ആയ വ്യക്തികളോടൊപ്പമാണ്. കാരണം അവരോട് വളരെ റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അവരിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ പാസ്റ്റിലെ പല കാര്യങ്ങളും ഈ വ്യക്തിയെ സംബന്ധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹീലാവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടും ഈ ഒരു വ്യക്തിക്ക് വലിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കാത്തത്. കൂടാതെ തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സണാണ്. ഈ ഒരു വ്യക്തിയിലൂടെയാണ് ആ ഫാമിലിയെ പൂർണ്ണമായും കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളും മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ പേഴ്സൺ ആണ് ആ ഒരു ഫാമിലി ബേസിൽ നോക്കേണ്ടി വരുന്നത്, ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരുന്നതെന്ന് കൂടി നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. മാത്രവുമല്ല ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷൻസിനോടൊക്കെ ഒരു വിരക്തിയാണ്. ഇമോഷൻസിനെയൊക്കെ വിട്ട് കളഞ്ഞു നിൽക്കുന്ന, അതായത് എല്ലാത്തിനെയും അവോയ്ഡിങ് ചെയ്യുന്ന, റിജക്റ്റ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു പേഴ്സണിലേക്ക് ഒന്നിലധികം അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസുകൾ ചെല്ലുന്നുണ്ടെങ്കിലും അതൊന്നും ഈ ഒരു പേഴ്സൺ കണക്റ്റ് ചെയ്യാനോ സ്വീകരിക്കാനോ തയ്യാറല്ല. റിജക്റ്റ് ചെയ്ത് കളയുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും ഇതിനകത്ത് ഫാമിലിപരമാകുന്ന തടസ്സങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻ പൂർണ്ണമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കണക്റ്റഡ് ആകാതെ പോകുന്നതെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴോ നിങ്ങൾ കണ്ടുമുട്ടുമ്പോഴോ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വളരെയധികം ഒരു ഫൈറ്റിംഗ് എനർജിയിലാണ് അവസാനിക്കുന്നത്. എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്. ഏത് രീതിയിൽ നിങ്ങൾ എത്രത്തോളം ഇമോഷണലി താഴ്ന്ന ആ ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കൊരിക്കലും ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ എനർജിയിൽ എത്തിക്കാൻ സാധിക്കാത്ത വിധം കോൺഫ്ലിക്റ്റിൽ അവസാനിക്കുന്ന
വിചാരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതും വളരെ നിരാശയാണ് ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ. ചിലപ്പോൾ ഈ പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ വളരെയധികം സൗമ്യതയോടും സ്നേഹത്തോടും ഏറ്റവും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് എനർജിയിലൂടെയും ഹാപ്പിനെസ്സിലൂടെയും ഒക്കെ കടന്നുപോയൊരു ബന്ധമാണ് ഈ ഒരു റിലേഷൻ എന്ന് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പം നിരാശയാണ്. കാരണം ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അതായത് ഒരു പേഴ്സൺ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്കും മനസ്സിലാകുന്നു. അതായത് പൊരുത്തപ്പെടാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത്. എപ്പോഴും പാസ്റ്റിലെ ഇമോഷൻസ് അതായത് നിങ്ങളെയും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത് പാസ്റ്റിൽ ഈ ഒരു പേഴ്സണിൽ നിന്നുണ്ടായ ആ ഒരു സാമീപ്യം, ആ ഒരു വ്യക്തിയുടെ കെയറിങ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സൗമ്യമാകുന്ന രീതിയിലുള്ള ആ ഒരു പെരുമാറ്റം, ഈ സിറ്റുവേഷൻസ് എല്ലാം ഇപ്പം ചേഞ്ചിങ് ആയിരിക്കുന്നു. ഈ സിറ്റുവേഷൻസിനെല്ലാം ഇപ്പം ഒരു വലിയ ശക്തമാകുന്നൊരു മാറ്റം വന്നതുകൊണ്ട് ഇതിനകത്തിപ്പം നിങ്ങൾക്ക് നിരാശയാണ് കാണിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെ ഓർത്ത് വേദനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് ലൈഫ് എനർജി ആയതുകൊണ്ട് ഇത് നിങ്ങളിൽ നിന്ന് ഡെത്തായി പോയാലും ഈ ഒരു റിലേഷൻ എൻഡായി പോയാലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങളില്ലാണ്ട് ആ ഒരു പേഴ്സണും ശരിക്കും പറഞ്ഞാൽ സംതൃപ്തിയൊന്നുമില്ല. നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണെങ്കിലും ആ ഒരു പേഴ്സണ് വളരെ നിരാശ തന്നെയാണ് അനുഭവിക്കുന്നത്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. മറ്റേത് സാഹചര്യത്തിലേക്ക് ആ ഒരു പേഴ്സൺ പോയാലും അവിടെ ഒന്നും ഈ ഒരു വ്യക്തിക്ക് യാതൊരു രീതിയിൽ സംതൃപ്തി ലഭിക്കുന്നില്ല. നിങ്ങളോടുള്ളൊരു വാശി തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റ് സാഹചര്യങ്ങളെ സമീപിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു റീബർത്ത് എനർജിയുള്ള അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു ബന്ധമാണ്. പക്ഷേ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. ശക്തമാകുന്നൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ ചെല്ലുന്നത് നേരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കാണ്. അവിടെ പൂർണ്ണമായും ഉത്തരവാദിത്വവും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഈ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ വാശിയുടെ പുറത്ത് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു എനർജിയുടെ പുറത്ത് മാത്രം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻ ഒന്നെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി തന്നെ ആവാം, അതല്ലെങ്കിൽ അതിനോട് തുല്യമാകുന്ന രീതിയിൽ കടന്നു പോകുന്നൊരു എനർജി ആവാം. സോൾ കണക്ഷനാണ്. ഏത് റിലേഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അതൊരു രക്തബന്ധമായിക്കോട്ടെ, എന്ത് റിലേഷൻ ആണെങ്കിലും ഈ ഒരു ബന്ധത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് സോൾ എനർജി ഉള്ളതാണ്. വളരെയധികം ഇമോഷണൽ കണക്റ്റഡ് ആണ്. അതായത് എവിടെ ഏത് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറിപ്പോയാലും ആ പേഴ്സൺ പോയാലും ഇത്രത്തോളം ഈ ഒരു ബന്ധത്തോളം ആഴത്തിലൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷനിൽ നിന്നും ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരിക്കലും ലഭിക്കുകയില്ല. ആ ഒരു പേഴ്സണും ലഭിക്കുകയില്ല എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കാരണം ഒരു സ്റ്റക്ക് എനർജി, ഒരു പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം, ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ഒന്നാണ്, പ്രഷ്യസ് ആണ് എന്നുള്ളത് ഈ ഒരു റിലേഷനിൽ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു എലോൺ എനർജിയിലാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്നു. അത് ഹാപ്പിനെസ്സോടു കൂടിയല്ല, നിരാശയോടു കൂടി തന്നെയാണ്. ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിസിഷൻ എടുക്കുക എന്നത് ഡിഫിക്കൽറ്റിയാണ്. എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാം കേട്ടോ. ഡിസിഷൻ എടുക്കാൻ, അതായത് ഇതിനെ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ ഡിഫിക്കൽറ്റിയാണ്. പക്ഷേ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടോ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ്റെ ഫലമായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ കുറച്ചധികം സ്ട്രോങ് ആയിട്ട്, അതായത് നിങ്ങളുടെ ഉത്കണ്ഠ ഭയത്തെയൊക്കെ അങ്ങ് മാറ്റി വെക്കുക. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഭയന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റഡായ സോൾ കണക്ഷൻസിൻ്റെ എനർജി ഉള്ള ഒരു ബന്ധമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കാതെ ഡിസിഷൻ എടുക്കുക, സ്ട്രോങ്
സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുക. ഒന്നെങ്കിൽ ഇത് ലീഗൽ പരമായിട്ട് പോയാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാലൻസ് വരും, സക്സസ് വരും. ആ ഒരു സിറ്റുവേഷൻസിൽ എത്തിയാൽ പോലും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകും. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി വരാൻ തയ്യാറാകും. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു റിലേഷൻ നിങ്ങൾക്ക് പിന്നീട് കെട്ടിപ്പടുത്തുയർത്താൻ സാധിക്കും. നല്ലൊരു ആക്ഷൻ എടുക്കപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു സ്തംഭനാവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രോങ് ആവണം. ധൈര്യത്തോടു കൂടി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ നേരിടണം. കാരണം ഇത് നിങ്ങളുടെ റിലേഷനാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ്. ആ ഒരു വ്യക്തി ഏത് തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയാലും ഏതെല്ലാം മാർഗങ്ങളിലൂടെ നിങ്ങളിൽ നിന്നും അവോയ്ഡിങ് ചെയ്ത് കടന്നു പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞത് നിങ്ങളിൽ തന്നെ വന്നു ചേരുന്ന ഒരു ബന്ധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു പാസ്റ്റ് ലൈഫ് സോൾ കണക്ഷൻസ് ആണ്. അത് ഏത് രീതിയിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയാലും നിങ്ങൾ ഇത് ഒരുപാട് ഡിപ്രഷൻ എനർജിയിലേക്കും നിരാശയിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ കടന്നു വരുന്നുണ്ട്. അതിനെ ഒന്നും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഈ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം, ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യണോ അതോ അടുത്തൊരു ആക്ഷൻ എടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ നിങ്ങളിൽ കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും മറ്റൊരു ആക്ഷൻ എടുക്കണ്ട. ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് പോകുക, നിങ്ങൾ സ്ട്രോങ് ആവുക. നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ എനർജി, അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ ആൻസൈറ്റി, ഉത്കണ്ഠ, എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത്, മറ്റുള്ളവരെ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ്, ചുറ്റുപാടുമുള്ളവരോട് ഒരു കാര്യങ്ങൾ ഓപ്പണിങ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇതിനെയെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കുക. കാരണം ഒരു പോസിറ്റീവായൊരു കർമ്മ, അതായത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് ഏത് സിറ്റുവേഷൻസിലേക്ക് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് വിധി വരിക എന്ന് തന്നെയാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. കാരണം ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയുടെ എനർജി കൂടി വളരെ ശക്തമായിട്ട് ഈ ഒരു റിലേഷനിൽ വരുന്നുണ്ട്. പാർട്ട്ണർ എനർജികൾ, ഭാര്യ-ഭർതൃ ബന്ധമായിക്കോട്ടെ, പ്രണയബന്ധമായിക്കോട്ടെ, ആ ഒരു എനർജി ട്വിൻ ഫ്ലെയിം ജേണിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നതാണ്. അല്ലാത്ത വ്യക്തികളുടെ എനർജിക്ക് സോൾ കണക്ഷൻസ് ആണ് കാണുന്നത്. അല്ലാണ്ട് നിങ്ങൾ പാർട്ട്ണർ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികവും ശാരീരികവുമായി കണക്റ്റഡ് ആകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ട്വിൻ ഫ്ലെയിം ജേണി തന്നെയാണ് ഈ ഒരു റിലേഷൻ്റെ എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വന്നു ചേരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാല താമസം എടുക്കും ഈ ഒരു പേഴ്സൺ എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാനെന്നാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല, ഒരു തീരുമാനമെടുക്കാൻ. ഒരു സ്തംഭനാവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അത് ആ ഒരു വ്യക്തിയുടെ ടൈമിൻ്റെ പ്രോബ്ലം തന്നെയാവാം, അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാവാം ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇത് സിംഗിളായിട്ടുള്ള വ്യക്തികളിൽ ഒരു വിവാഹ യോഗ എനർജിയിൽ എത്തുന്ന റിലേഷൻഷിപ്പാണ് കേട്ടോ. നിങ്ങൾക്കൊരു വിവാഹ യോഗം, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് കണക്റ്റഡ് ആയ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു വിവാഹ യോഗ എനർജി ഇതിനകത്തുണ്ട്. ഇതിനകത്തൊരു ഫാദർ എനർജി വളരെ ശക്തമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഫാദർ എനർജിക്ക് നല്ലൊരു ഇൻവോൾവ് ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് പൂർണ്ണമായും പിന്നീട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായൊരു സപ്പോർട്ടായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച്, അത് മാറും. എന്താണെങ്കിലും സൺറൈസിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് തെറ്റാകുന്ന പല സാഹചര്യങ്ങളെയും തെറ്റാകുന്ന കാര്യങ്ങളെയും എല്ലാം ഈ ഒരു വ്യക്തി പൂർണ്ണമായും പഠിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുപോരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നെഗറ്റീവ് ആകുന്ന വേറെ കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിലോ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക്, റിലേഷനെ കണക്ട് ചെയ്തുള്ള മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു തെറ്റാകുന്ന നെഗറ്റീവ് ആകുന്ന ആ ഒരു സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം വിട്ട് പൂർണ്ണമായും ഒരു പോസിറ്റീവ് എനർജിയായ നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരു സക്സസ് എനർജി ഉണ്ടാകും. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു മെൻ്റൽ ക്ലാരിറ്റി വരും എന്ന് തന്നെയാണ് കാണുന്നത്. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. മാത്രമല്ല ഒരു വിശ്വസ്തത പുലർത്തും. ഒരു സത്യസന്ധതയോടുകൂടി കടന്നു പോകുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ
കാര്യങ്ങളിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ്. അതായത് ഇമോഷൻസിന് ഈ ഒരു വ്യക്തി വാല്യൂ കൽപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു പേഴ്സൺ ഒരു ഇമോഷണൽ ബേസ് വരും, ഒരു ഇമോഷണൽ ബാലൻസ് വരും, കാര്യങ്ങളെ മെച്യൂരിറ്റിയോടുകൂടി കാണാൻ പറ്റും, ശരി തെറ്റുകളെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയും, എന്നിട്ട് ആ ഒരു വ്യക്തി അതിനനുസരിച്ച് ശക്തമാകുന്ന ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും. ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം നിങ്ങൾ ഏത് രീതിയിലാണോ ഈ ഒരു വ്യക്തിയുമായിട്ട് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ചെറിയൊരു കാലതാമസമുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയുടെ സമയം വളരെ നെഗറ്റീവാണ്. അതായത് ഒരു മൂൺ എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ ടൈമിൽ. അതായത് ഒരു വിരക്തി, നഷ്ടം, പ്രണയ നഷ്ടമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ ചില അപവാദങ്ങൾ ചെയ്യാൻ, അതുപോലെ നെഗറ്റീവാകുന്ന ബന്ധങ്ങളിൽ ചെന്ന് ചാടുക, അപകടങ്ങളിൽ ചെന്ന് പെടുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് വെറുതെ അപവാദം, ചെയ്യാത്ത തെറ്റിനും കൂടി ചിത്തപ്പേര് കേൾക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും കാതും കെട്ടിവിട്ടിരിക്കുന്ന ഒരവസ്ഥ, എന്താണ് ലൈഫിൽ സംഭവിക്കുന്നതെന്ന് ഈ ഒരു പേഴ്സണ് ഒരു ക്ലിയറൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഫ്യൂച്ചറിലേക്ക് കുറച്ച് കടന്നു പോകേണ്ടി വരും. ആ ഒരു സാഹചര്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വരും. അത് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടാണ്, വളരെ ശുദ്ധതയോടുകൂടിയും എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ ക്ലിയറൻസ് ചെയ്ത് തന്നെ പൂർണ്ണതയോടുകൂടി നിങ്ങളിൽ വന്ന് ചേരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഒരു റീയൂണിയൻ, നിങ്ങൾക്ക് തമ്മിൽ ഒരു തുറന്ന് പറച്ചിൽ റീയൂണിയൻ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ടാകും. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇന്നും എന്തായാലും നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് സെൻഡ് ചെയ്യും കേട്ടോ. നാളെ മുതൽ എല്ലാ ദിവസവും നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് ഇടും. കുറേ നാളായിട്ട് യൂണിവേഴ്സൽ മെസ്സേജ് ഇടാൻ പറ്റിയിട്ടില്ല, കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നാളെ മോർണിംഗിൽ മുതൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.